അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതെ ജി സുധാകരൻ കുട്ടനാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കില്ല. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതൃപ്തി മാറാതെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി യൂണിയനും CPM സംഘടിപ്പിക്കുന്ന VS സ്മാരക കേരള പുരസ്കാര സമർപ്പണ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല. അതേസമയം CPM ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ജി സുധാകരന് അന്തരിച്ച ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡന്റെ പേരിലുള്ള പുരസ്കാരം നൽകാൻ UDF ഘടകകക്ഷിയായ RSP തീരുമാനിച്ചു. കുട്ടനാട്ടിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, PB അംഗം A വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചിരുന്നു. സമ്മേളനത്തിൽ ജി സുധാകരൻ പ്രസംഗകനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സുധാകരനെ അനുനയിപ്പിക്കാൻ വീട്ടിലെത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി R നാസറും കുട്ടനാട്ടിലെ പരിപാടിക്ക് എത്തണമെന്ന് സുധാകരനോട് അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അതിനുശേഷം സുധാകരൻ പറഞ്ഞു. എന്നാൽ സുധാകരന്റെ അതൃപ്തി മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് കുട്ടനാട്ടിലെ പരിപാടിക്ക് എത്തില്ല എന്ന നിലപാട്. സുധാകരൻ കരുനാഗപ്പള്ളിയിലേക്ക് പോയി. CPM ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ജി സുധാകരന് പുരസ്കാരം സമ്മാനിക്കാൻ തീരുമാനിച്ച UDF ഘടകകക്ഷിയായ RSP, ഇടത് രാഷ്ട്രീയത്തിലെയും പിന്നീട് UDFിലെയും പ്രധാന നേതാവായിരുന്ന TJ ചന്ദ്രചൂഡന്റെ പേരിലുള്ള പുരസ്കാരമാണ് സുധാകരന് സമ്മാനിക്കുക. 31-ന് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത ചന്ദ്രചൂഡൻ അനുസ്മരണ പരിപാടിയിൽ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പുരസ്കാരം സമ്മാനിക്കും. പുരസ്കാരത്തിൽ രാഷ്ട്രീയമില്ലെന്ന് TG ചന്ദ്രചൂഡൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഷിബു ബേബി ജോൺ പറഞ്ഞു. അതേസമയം സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു വരുമെന്ന് UDF കരുതുന്നില്ല. ഇപ്പോഴും CPM അണികൾക്കിടയിൽ നല്ല പ്രതിച്ഛായയുള്ള ജി സുധാകരനെ പാർട്ടി നേതൃത്വം അവഗണിക്കുമ്പോൾ UDF പരിഗണിക്കുന്നു എന്ന സന്ദേശം നൽകാൻ സാധിക്കുമെന്നതാണ് UDF നേതാക്കൾ കരുതുന്നത്.